ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്നത് സദ്യ സ്പെഷ്യൽ തോരനാണ്. ഈ തോരനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ 3 കൂട്ടം വെജിറ്റബിൾസ് ഇട്ട് ഒരു മിക്സ്ഡ് വെജിറ്റബിൾ തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അത് ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. പലയിടത്തും പല രീതിക്കായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3 സ്റ്റേജാണുള്ളത്. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഇതിനൊരു വറവൽ തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 2 വലിയ വറ്റൽമുളകോ അല്ലെങ്കിൽ മീഡിയം സൈസിലാണെങ്കിൽ ഒരു 3 വറ്റൽമുളക് വരെ ചേർക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് അധികം മൂത്ത് കരിഞ്ഞു പോകരുത്. എന്നിട്ട് നമുക്ക് ഈ അടുപ്പൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇത് തൽക്കാലം മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനു വേണ്ടി തേങ്ങ ഒന്ന് വറുത്ത് കോരി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകി വെച്ചായിരുന്നു. അത് നമുക്ക് ഈ പാനിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വറുത്ത് കോരി മാറ്റുക. ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചേക്കരുത്. കാരണം ഈ തേങ്ങ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ നമ്മുടെ തോരൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റ് അങ്ങോട്ട് പോവും. മാത്രമല്ല, നമ്മൾ നേരത്തെ വറവലിന് ചേർത്ത വെളിച്ചെണ്ണയുടെ അംശം ഇപ്പോഴും ഈ പാനിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അപ്പോൾ കഴിയുന്നതും ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഈ തേങ്ങ നിറം മാറി വരുന്ന ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇവയെല്ലാം ചേർത്ത് ഇതിന്റെ പച്ച വാസന ഒന്ന് പോയി വന്നോട്ടെ. അപ്പൊ ഈ പാൻ എന്തായാലും ചൂടായാണ് കിടക്കുന്നത്. അപ്പൊ ഈ പൊടികൾ പെട്ടെന്ന് തന്നെ പച്ച വാസന ഒന്ന് പോയി കിട്ടുകയും ചെയ്യും. പിന്നെ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികളുടെ പച്ച വാസനയൊക്കെ പോവുകയും ചെയ്തു. അതേസമയം തേങ്ങയൊക്കെ വറുത്ത് നല്ല കറക്റ്റ് ആയിട്ടുള്ള പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുക്കുക. ഇനിയിപ്പോ ഇതും നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. എന്നിട്ട് 3ാമത്തെ സ്റ്റേജിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് വിസ്താരമുള്ള പാത്രത്തിൽ തന്നെ കുറച്ചേറെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇടിച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 3 മീഡിയം സൈസിലെ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കേണ്ടത്. ഇതൊരു ചെറിയ സവാളയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് ആണെങ്കിൽ നമുക്ക് പകുതി എടുത്താൽ മതിയാവും. കൂടെ തന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ സവാളയൊക്കെ നിറം മാറി വരുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ 3 വെജിറ്റബിൾസ് ആണ് ചേർക്കുന്നത്. അതായത് ഒരു 1/4 കപ്പ് ബീൻസ്, ഇത് ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആണ്. കൂടെ തന്നെ കുറച്ചേറെ ക്യാബേജ് ആണ്. അതായത് ഇതൊരു കപ്പ് ക്യാബേജ് ഉണ്ടാവും. അപ്പോൾ അളവ് പറയുവാണെങ്കിൽ ഞാനിവിടെ ഒരു 4 ബീൻസ് എടുത്തിട്ടുണ്ടാവും. ഒരു മീഡിയം സൈസിലെ ക്യാരറ്റും ഒരു മീഡിയം സൈസിലെ ക്യാബേജ് ആണെങ്കിൽ ഒരു 1/4 ഭാഗം എടുത്ത് കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം ഈ എണ്ണയിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ട് വെന്ത് നല്ല മൊരിഞ്ഞ് കിട്ടുകയും വേണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ വെജിറ്റബിൾസിൻ്റെ അകത്ത് തന്നെ ഒരു ഈർപ്പം ഉണ്ടാവില്ല. അപ്പോൾ അത് തന്നെ ധാരാളം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വഴന്ന് ഒരു പകുതി വഴിയായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കേണ്ടത്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. ഇനി ഇതും നന്നായി യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കുക. നമ്മൾ ആദ്യം ഈ പൊടികളൊക്കെ ചേർത്തത് ആ തേങ്ങ വറുക്കുന്ന കൂട്ടത്തിലായിരുന്നു. അത് ആ തേങ്ങയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ള പൊടികളാണ് നമ്മൾ ചേർത്തത്. രണ്ടാമതായിട്ട് ഈ പച്ചക്കറിക്കാണ് നമ്മൾ പൊടികളൊക്കെ ചേർക്കേണ്ടത്. ഇനി ഈ പാൻ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അടുത്തായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അതും ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുക. കൂടെ തന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന വറവലുണ്ടല്ലോ, അതും ചേർക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുക കേട്ടോ. നമ്മൾ ആദ്യം സവാള ചേർത്ത സമയത്താണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് പോരാ, അതിൻ്റെ പേരിൽ ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് നല്ല മൊരിച്ച് റെഡിയാക്കി എടുക്കണം. ഇത് മൊരിച്ച് റെഡിയാക്കാനായിട്ട് കുറച്ചേറെ സമയം എടുക്കുമായിരിക്കും. അതായത് ഒരു 8 മുതൽ 10 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിൽ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഈ രീതിക്ക് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു.
സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ഈ മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് തയ്യാറാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈവൻ നമ്മുടെ വീട്ടിലെ കുട്ടികൾ പച്ചക്കറി കഴിക്കാത്തവരെ പോലും ഇത് കഴിച്ചു പോകും. അത്രയ്ക്ക് രുചിയാണ് ഈ ഒരു തോരൻ. അതുകൊണ്ട് ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.